എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. നവംബർ 27, 1936. ഇന്ന് ഞാൻ അരൂപിയിൽ സ്വർഗത്തിലായിരുന്നു. മരണശേഷം നമ്മെ കാത്തിരിക്കുന്ന അലൗകിക സൗന്ദര്യവും സന്തോഷങ്ങളും ഞാൻ കണ്ടു. എല്ലാവരും എങ്ങനെയാണ് അനവരതം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതെന്നും ഞാൻ കണ്ടു. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞു നിന്ന് അവയെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിലുള്ള ആനന്ദം എത്ര ഉന്നതമാണ്. സൃഷ്ടികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ആനന്ദത്തിൽ നിന്ന് സ്തുതിയും പുകഴ്ചയും അനവരതം ദൈവത്തിലേക്ക് ഉയരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അളവറ്റതും അഗ്രാഹ്യവുമായ ദൈവീക സത്തയെ ധ്യാനിച്ച് എല്ലാവരും ദൈവത്തിൽ ആമഗ്നരാകുന്നു. നിത്യനൂതനമായ ഈ സന്തോഷത്തിൻ്റെ ഉറവയിൽ നിന്ന് എല്ലാ സൃഷ്ടികളിലേക്കും ആനന്ദം ഒഴുകിയെത്തുന്നു. പൗലോസ്ലീഹ പറയുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. ദൈവം താൻ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യസൗഭാഗ്യം. ഒരു കാര്യം ദൈവത്തിന് മുമ്പിൽ വളരെ അമൂല്യമാണെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അത് ദൈവസ്നേഹമാണ്. സ്നേഹം ഒരിക്കൽ കൂടി സ്നേഹം തന്നെ. പരിശുദ്ധമായ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിയെ മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ സാധിക്കുകയില്ല. തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആത്മാക്കളിലേക്ക് ദൈവം എത്രയോ ഉന്നതമായ കൃപാവരങ്ങൾ ചൊരിയുന്നു. ഈ ലോകത്തിൽ വച്ച് തന്നെ അവിടുത്തെ പ്രത്യേക ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ആത്മാക്കൾ തീർച്ചയായും ഭാഗ്യപ്പെട്ടവയാണ്. അവർ എപ്പോഴും വിനീതരും എളിയവരുമായിരിക്കും. വാനാരൂപികൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കും അവരുടെ പദവിക്കും അനുസൃതം താണു വീണ് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമഹിമയെ വളരെ അഗാധമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും എൻ്റെ ആത്മാവിൽ അത് അല്പം പോലും ഭയവും വിറയലും ഉളവാക്കിയില്ല. ഒട്ടും തന്നെയില്ല. മറിച്ച് സ്നേഹവും സമാധാനവും കൊണ്ട് നിറയുകയാണ് ചെയ്തത്. അവിടുത്തെ ഉന്നത മഹിമയെ കൂടുതൽ അറിയും തോറും അവിടുന്ന് അങ്ങനെയായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ഉന്നതിയുടെ മുമ്പിൽ ചെറുതായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ തീരെ ചെറുതായതിനാൽ അവിടുന്ന് എന്നെ കൈകളിൽ കോരിയെടുക്കുകയും തൻ്റെ മാറോട് ചേർത്ത് ആശ്ലേഷിക്കുകയും ചെയ്യും. എൻ്റെ ദൈവമേ, നിത്യജീവനിൽ വിശ്വാസമില്ലാത്തവരോട് എനിക്ക് സഹതാപം തോന്നുന്നു. അവിടുത്തെ അനന്ത കരുണയുടെ ഒരു കിരണമെങ്കിലും അവരെ പുൽകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരും അങ്ങയുടെ പൈതൃക വാത്സല്യം അനുഭവിക്കട്ടെ. സ്നേഹമേ, സുഹൃതങ്ങളുടെ റാണി, സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. അത് ക്രോവേൻ, സാപ്പേൻ, മലാഹ വ്യൂഹത്തിനിടയിലൂടെ ദൈവീക സിംഹാസനത്തിൻ്റെ മുമ്പിലെത്തുന്നു. കാരണം സ്നേഹം ആരെയും ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഏക സമ്പത്തായ ദൈവസന്നിധിയിലെത്തി അവിടുത്തെ അനുഭവിക്കുന്നു. പർദീസായിൽ ആഗ്നേയവാളുമായി കാവൽ നിൽക്കുന്ന കെരൂബുകൾക്ക് സ്നേഹത്തെ തടഞ്ഞു നിർത്താനാവില്ല. അതുല്യവും ഉന്നതവുമായ പരിശുദ്ധ ദൈവസ്നേഹമേ, അവിടുത്തെ ശക്തി ആത്മാക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇന്ന് ചാപ്പലിൽ പോയി ധ്യാനം നടത്തുവാൻ സാധിക്കാത്ത വിധം ക്ഷീണം അനുഭവപ്പെട്ടതിനാൽ ഞാൻ കിടന്നു. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ തിരുഹിതത്തിന് എന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് എല്ലാ ബലഹീനതകളോടും കൂടി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എന്നെ അസ്വസ്ഥയാക്കുന്നതിനാൽ ശ്രദ്ധാപൂർവം ജീവിക്കുവാൻ ഞാൻ ഇന്ന് പരിശ്രമിക്കും. ആരോഗ്യമുള്ളപ്പോൾ യാതൊരു ശ്രദ്ധയും കൊടുക്കാത്ത കാര്യങ്ങൾ ഇന്നെന്നെ അസ്വസ്ഥയാക്കുന്നു. എൻ്റെ അഭയകേന്ദ്രവും ശക്തിമാർഗവുമായ ഈശോയെ, ഈ പോരാട്ടത്തിൽ വിജയം വരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ഈശോയെ, അങ്ങയുടെ അളവറ്റ കരുണ പ്രഘോഷിക്കുവാൻ യോഗ്യരായിത്തീരാൻ അവിടുത്തെ ദൈവസ്നേഹത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഈ രോഗത്തെയും ശാരീരിക അസ്വസ്ഥതകളെയും ഓർത്ത് ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരണം ഇതുമൂലം അങ്ങയോടൊത്തായിരിക്കാൻ എനിക്ക് സമയം ലഭിക്കുന്നു. മറിഞ്ഞിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ നീണ്ട മണിക്കൂറുകളായിരിക്കുക എനിക്ക് പ്രിയങ്കരമാണ്. സമയാവബോധം എനിക്ക് നഷ്ടപ്പെടുന്നത് പോലെ മണിക്കൂറുകൾ എനിക്ക് ഏതാനും മിനിറ്റുകളായിട്ടാണ് അനുഭവപ്പെടുന്നത്. എൻ്റെ ഉള്ളിൽ അങ്ങയോടുള്ള സ്നേഹം കത്തിജ്വലിക്കുകയാണ്. നിർമ്മലമായ സ്നേഹത്തിൽ നിന്നാണ് ത്യാഗജീവിതം നയിക്കാനുള്ള ശക്തി ലഭിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. നവംബർ 29. പരിശുദ്ധ ദൈവമാതാവ് ക്രിസ്തുമസിനായി എങ്ങനെ ഒരുങ്ങണമെന്ന് എന്നെ പഠിപ്പിച്ചു. ഉണ്ണീശോയെ കൂടാതെ പരിശുദ്ധ അമ്മ കാണപ്പെട്ട് എന്നോട് പറഞ്ഞു,
എൻ്റെ മകളെ, നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയ്ക്ക് എപ്പോഴും വിശ്രമിക്കുവാൻ സാധിക്കത്തക്ക വിധം നിശബ്ദതയിലും എളിമയിലും നീ ജീവിക്കണം. നിന്റെ ഹൃദയത്തിൽ നീ അവനെ ആരാധിക്കണം. നിന്റെ ആന്തരികതയിൽ നിന്ന് നീ ഒരിക്കലും പുറത്തു പോകരുത്. എൻ്റെ മകളെ, നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുമ്പോഴും ആന്തരികതയ്ക്ക് ഭംഗം വരാതിരിക്കുവാനുള്ള കൃപാവരം ഞാൻ നിനക്കായി നേടിത്തരാം. നീ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അവനോടൊന്നിച്ച് വസിക്കണം. അവനാണ് നിന്റെ ശക്തി. നിന്റെ ഉത്തരവാദിത്തത്താൽ നിർബന്ധിക്കപ്പെടുമ്പോഴും അത്യാവശ്യ സമയത്ത് മാത്രമേ നീ മറ്റുള്ളവരോട് ബന്ധപ്പെടാവൂ. നിത്യം ജീവിക്കുന്നവനായ ദൈവത്തിന് പ്രീതിജനകമായ വാസസ്ഥലമാണ് നീ. വളരെ സ്പഷ്ടമായും ശക്തമായും നീ അനുഭവിക്കുന്ന ദൈവിക സാന്നിധ്യം അവൻ നിന്നിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് വസിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. എൻ്റെ മകളെ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്മസ് ദിവസം വരെ പാലിക്കാൻ പരിശ്രമിക്കണം. അപ്പോൾ അവനോട് എങ്ങനെ ബന്ധപ്പെടുകയും ഐക്യപ്പെടുകയും ചെയ്യണമെന്ന് അവൻ തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. നവംബർ 30. ഇന്ന് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് സാധാരണ വിഷമതകൾ എൻ്റെ ആത്മാവിന് അനുഭവപ്പെട്ടു. എല്ലാ പ്രകാരത്തിലും ഈ ജോലി എൻ്റെ ശക്തിക്ക് അതീതമാണ്. ഈ വലിയ ഉത്തരവാദിത്തത്തിൻ്റെ മുമ്പിൽ ഞാനൊരു വെറും ശിശുവാണ്. ദൈവത്തിൻ്റെ വളരെ വ്യക്തമായ നിർദ്ദേശാനുസരണമാണ് ഇത് പ്രാവർത്തികമാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഉന്നതമായ കൃപാവരങ്ങൾ എനിക്കൊരു ഭാരമാകും. അവ അനുഭവിക്കാൻ ഞാൻ കഷ്ടപ്പെടും. എൻ്റെ അധികാരികൾക്ക് എന്നിലുള്ള അവിശ്വാസവും എല്ലാ തരത്തിലുള്ള സംശയങ്ങളും നിമിത്തം അവർ വളരെ ഭയാശങ്കകളോടെയാണ് എന്നോട് പെരുമാറുന്നതെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഈശോയെ, ഈ ഉന്നത കൃപാവരങ്ങൾ തന്നെ ഒരു സഹന കാരണമാണ്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവ സഹന കാരണം മാത്രമല്ല, ഇവയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നതിൻ്റെ അടയാളവുമാണ്. നിരവധിയായ ഈ പരീക്ഷണങ്ങളിൽ ദൈവം തന്നെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവയെ അതിജീവിക്കുവാൻ അതിന് സാധിക്കുമായിരുന്നില്ല. അതിനാൽ ദൈവം തന്നെയാണ് അതിൻ്റെ അഭയകേന്ദ്രം. സഹനങ്ങളും കൃപാവരങ്ങളും ഒരുമിച്ച് പോകുന്നതിനെപ്പറ്റി ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ സ്വരം ഞാൻ കേട്ടു. എൻ്റെ മകളെ, അറിയുക, ദൈവമാതാവ് എന്ന മഹോന്നത പദവിയിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടുവെങ്കിലും എൻ്റെ ഹൃദയത്തെ 7 വാളുകൾ മുറിപ്പെടുത്തി. നിന്നെ സംരക്ഷിക്കാനായി ഒന്നും ചെയ്യരുത്. എളിമയോടെ എല്ലാം സ്വീകരിക്കുക. ദൈവം തന്നെ നിന്നെ കാത്തുകൊള്ളും.